നമസ്കാരം. ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരെല്ലാം ഇന്നലെ ന്യൂയോർക്കിലുണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുക എന്നത് ഈ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഭാവിക്കായുള്ള ഉച്ചകോടി പരിപാടിയിൽ ആഗോളതലത്തിൽ വെല്ലുവിളികൾ നേരിടുന്നത് എങ്ങനെ എന്ന വിഷയത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ UN പൊതുസഭയിൽ പ്രഭാഷണം നടത്തിയത്. സത്യത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഇത്തരത്തിൽ ഐക്യരാഷ്ട്രസഭയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്താരാഷ്ട്ര വേദിയെയോ അഭിസംബോധന ചെയ്യുമ്പോൾ ഭാരതീയർ ആ പ്രസംഗത്തിൽ ശ്രദ്ധിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്നത് ഒന്നുകിൽ പാകിസ്ഥാൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആ വേദിയിൽ ഇന്ത്യക്കെതിരായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടാകും. ആ പ്രസ്താവനയ്ക്ക് ഒരു മറുപടി നൽകുക എന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ദൗത്യം. ഇന്ത്യ ആണ് ആദ്യം സംസാരിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനത്തെക്കുറിച്ചും അതിൽ ലോകരാജ്യങ്ങൾ അപലപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമൊക്കെയായിരിക്കും ഇന്ത്യ പ്രസംഗിക്കുക. എപ്പോഴും ഇത്തരത്തിൽ ഐക്യരാഷ്ട്രസഭ പോലുള്ള വേദികളിൽ പാകിസ്ഥാൻ ഒരു വലിയ വിഷയമായി വന്നിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ പ്രസംഗങ്ങളിൽ. പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുമ്പോഴെല്ലാം പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു വിഷയമേ അല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരെ മറിച്ച് ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന സംഘർഷങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കാം, ലോകത്തിൻ്റെ വികസനം എങ്ങനെ സാധ്യമാക്കാം, അതിന് ഇന്ത്യക്ക് നേതൃത്വപരമായ ഒരു പങ്ക് എങ്ങനെ വഹിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇന്നലെ അദ്ദേഹം ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളെ പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതായത് ലോകക്രമത്തിൽ വളരെയധികം ഇന്ന് പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വമില്ല. ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണം എന്ന ആവശ്യം ഏറെക്കാലമായി നിലനിൽക്കുന്നതാണ്. പക്ഷേ ഐക്യരാഷ്ട്രസഭ സംവിധാനങ്ങൾ ഇതുവരെ ആ ലക്ഷ്യം നേടാൻ ഇന്ത്യക്ക് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ചില രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ, നിക്ഷിപ്തമായ താല്പര്യങ്ങൾ, ഇതൊക്കെ ഇന്ത്യ പോലുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിന് ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വം ലഭിക്കാത്തതിന് അല്ലെങ്കിൽ ലഭിക്കുന്നതിന് വിഘാതമായി നിൽക്കുകയാണ്. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം സംഘടനകളുടെ പരിഷ്കരണം അത്യാവശ്യമാണ് എന്ന് ഇന്നലെ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത്. ഇത് തീർച്ചയായും ഇന്ത്യയുടെ സ്ഥിരാംഗത്വം അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചത് തന്നെയാണ്. ഒപ്പം ലോകക്രമത്തിൽ ഇന്ന് നടക്കുന്ന പല വിഷയങ്ങൾ, അതായത് പല ലോകരാജ്യങ്ങളും ഇന്ന് സംഘർഷത്തിലാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷം നടക്കുന്നു. റഷ്യയും യുക്രൈനും തമ്മിൽ വർഷങ്ങളായി സംഘർഷത്തിലാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഭീകരവാദ സംഘടനകളും ഇപ്പോൾ വലിയ സംഘർഷത്തിലാണ്. ഈ സംഘർഷങ്ങൾ ലോകരാജ്യങ്ങളെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അപ്പോഴും ഇത്തരത്തിലുള്ള സംഘടനകൾക്ക്, ഐക്യരാഷ്ട്രസഭ പോലുള്ള സംവിധാനങ്ങൾക്ക് അതിൽ കാര്യക്ഷമമായി ഇടപെടാൻ സാധിക്കുന്നില്ല. അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളും ഇങ്ങനെ പണവും അതുപോലെ തന്നെ ആയുധങ്ങളും നൽകി സംഘർഷത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ നിലപാടുകൾ സംഘർഷത്തെ അവസാനിപ്പിക്കാൻ ഒട്ടും കാരണമാകുന്നില്ല എന്ന് പ്രധാനമന്ത്രി വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരം സംഘടനകളുടെ പരാജയത്തെ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിന് കാതലായ സംഘടനാ പരിഷ്കരണങ്ങൾ ആവശ്യമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പറഞ്ഞത്. ആഗോള സമാധാനത്തിനും വികസനത്തിനും അത് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ലോകരാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യക്ക് വളരെ മഹത്തായ പങ്ക് വഹിക്കാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട്, 5-10 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ 25 കോടി ജനങ്ങളെയാണ് പട്ടിണിയിൽ നിന്നും കരകയറ്റിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, സുസ്ഥിര വികസനത്തിന് ഇന്ത്യക്ക് വളരെയധികം സംഭാവനകൾ ലോകത്തിന് നൽകാൻ സാധിക്കും. മാത്രമല്ല
അതുമാത്രമല്ല ഇന്ത്യക്ക് വലിയൊരു ഡിജിറ്റൽ സംവിധാനം ഉണ്ട്. ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സംവിധാനം ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. ഇത് ലോകത്തിൻ്റെ വികസനത്തിനായിട്ട് പങ്കുവയ്ക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല ഭീകരവാദം ആഗോള സമാധാനത്തിന് ഭീഷണിയായി തുടരുകയാണ്. സൈബർ, ബഹിരാകാശം, സമുദ്രങ്ങൾ എന്നിവയെല്ലാം സംഘർഷത്തിൻ്റെ ഇടങ്ങളായി മാറുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം അത് തീർച്ചയായും ലോക നേതാക്കളുടെ ശ്രദ്ധയെ ആകർഷിച്ചതായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ നടന്നിരുന്ന പ്രധാനമന്ത്രിമാരുടെ പ്രസംഗങ്ങൾ പോലെയല്ല. പാകിസ്ഥാനെതിരെ വിലപിക്കുക, അതോടൊപ്പം തന്നെ ആ വർഷങ്ങളിൽ അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നടന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുക, അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിക്കുക എന്നതിൽ കവിഞ്ഞ് ഇപ്പോൾ ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനം നൽകാൻ പ്രാപ്തിയുള്ള രാജ്യമാണ് ഭാരതം എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം സൂചിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുക, അതോടൊപ്പം തന്നെ ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക, അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുക, അതോടൊപ്പം ലോക നേതാക്കളുമായി, പ്രധാനപ്പെട്ട ലോക നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തുക. ഇതൊക്കെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിലെ അജണ്ടകൾ. തീർച്ചയായും പല രാജ്യങ്ങളുടെ തലവന്മാരുമായും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്തി. പക്ഷേ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങൾ പ്രധാനമന്ത്രിയെ കാണണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷെ അത് അനുവദിക്കപ്പെട്ടില്ല. ഇതെല്ലാം വരും ദിവസങ്ങളിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്തായാലും വളരെ വിജയകരമായ ഒരു സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ നിന്നും ഇന്ന് പുലർച്ചെ ഇന്ത്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.